നമസ്കാരം. ചത്ത ആടുകളെ വനത്തിൽ തള്ളാൻ ശ്രമം. രാജസ്ഥാൻ സ്വദേശികൾ പിടിയിൽ. പ്രധാന വാർത്തകൾ. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ ചത്ത ആടുകളെ തള്ളാൻ ശ്രമം. രാജസ്ഥാനി സ്വദേശികളായ 4 പേർ പിടിയിൽ. ആടുകളെ വനത്തിൽ ഇറക്കുന്നതിനിടെ വനം വകുപ്പ് അധികൃതരെ കണ്ട സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതികളെ പിടികൂടിയത് ചെക്ക് പോസ്റ്റ് അധികൃതർ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി. പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നിസ്കാരത്തിനൊരുങ്ങി. അനധികൃത പടക്കക്കടത്ത്. ബത്തേരിയിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികൾ. പടക്കം കൊണ്ടുവന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത്. അനധികൃതമായി പടക്കം എത്തിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പടക്ക വ്യാപാരികൾ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്കൂൾ നഷ്ടമായ വെള്ളാർമലയിലെ കുട്ടികൾക്ക് പുതിയ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമായി. ബിൽഡേഴ്സ് അസോസിയേഷൻ 3 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. മുള്ളൻകൊല്ലിയിൽ വീണ്ടും കരിങ്കൽ ക്വാറി ആരംഭിക്കാൻ നീക്കം. പ്രതിഷേധവുമായി നാട്ടുകാർ. പറുദീസ കവലയ്ക്കടുത്ത് ക്വാറി തുടങ്ങുന്നതിനെതിരെ പ്രത്യേക ഗ്രാമസഭ വിളിച്ച് പ്രമേയം പാസാക്കി. വിശദമായ വാർത്തകളിലേക്ക്. ചത്ത ആടുകളെ വനത്തിൽ തള്ളാൻ ശ്രമിക്കുന്നതിനിടെ കൈയോടെ പിടികൂടി വനംവകുപ്പ്. 35ഓളം ചത്ത ആടുകളെയാണ് ബേഗൂർ വനമേഖലയിൽ തള്ളാൻ ശ്രമിച്ചത്. രാജസ്ഥാൻ സ്വദേശികളാണ് പിടിയിലായത്. ബേഗൂർ റേഞ്ചിലും തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലുമാണ് ചത്ത ആടുകളെ തള്ളിയതായി പതിവ് പരിശോധനയിൽ വനം വകുപ്പ് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബേഗൂർ റേഞ്ചിലെ ബേഗൂർ സെക്ഷനിലെ ചേമ്പുംകൊല്ലി വനത്തിനുള്ളിൽ ലോറിയിൽ നിന്നും ചത്ത ആടുകളെ ഇറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വനം വകുപ്പ് അധികൃതരെ കണ്ട ലോറിക്കാർ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് ചെക്ക് പോസ്റ്റിൽ നിർദ്ദേശം നൽകി ലോറി പിടികൂടുകയായിരുന്നു. ലോറിയിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. രാജസ്ഥാൻ സ്വദേശികളായ സദാൻ, മുസ്താഖ്, നാഥു, ഇർഫാൻ എന്നീ 4 പേരെയും നാഷണൽ പെർമിറ്റ് ലോറിയും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ബേഗൂർ റേഞ്ചർ എസ് രഞ്ജിത് കുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ TR സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് സമാപനമാവുകയാണ്. ഇന്ന് ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായി. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാളിന്റെ ഒരുക്കത്തിലാണ് വിശ്വാസികൾ. പുത്തൻ വസ്ത്രവും തക്ബീർ ധ്വനികളുമായി ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആത്മശുദ്ധീകരണത്തിന്റെ പകലിരവുകളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തും ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ടും പ്രാർത്ഥനകളിലുമായാണ് വിശ്വാസി സമൂഹം കടന്നുപോയത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പുകാരനായി തന്റെ സൃഷ്ടാവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മാസം കൂടിയായിരുന്നു റമദാൻ. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പുകാരനായി തന്റെ സൃഷ്ടാവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മാസം കൂടിയാണ് റമദാൻ. ഇനി വരാനുള്ളത് ആഘോഷത്തിന്റെ ദിനമായ ചെറിയ പെരുന്നാളാണ്. പെരുന്നാൾ ദിനത്തിലേക്കുള്ള തയ്യാറെടുപ്പിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. ദുരന്തം നടന്ന പ്രദേശങ്ങളിൽ ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രാവശ്യം കച്ചവടം വളരെ മോശമാണ്. കൊല്ലം കച്ചവടം ഇല്ല പ്രാവശ്യം. എന്താ പറ്റുന്നൊന്നും അറിയുന്നില്ല. പൊതുവെ ഒരു മോശമായിട്ടാണ് കാണുന്നത്. ചെറുകിട കച്ചവടക്കാർക്കാണ് വളരെ കുറവായിട്ട് കാണുന്നത്. പിന്നെ വൻകിടക്കാർക്ക് വളരെ മോശമായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ കൽപ്പറ്റയും അവിടെയൊക്കെ പോകുന്നുണ്ട്. പാടിയിൽ പൊതുവെ കച്ചവടം കുറവാണ്. വിപണി വളരെ മോശമായിട്ടാണ് പോകുന്നത്. നമ്മളെ ചുരമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി താമസിച്ച് അവരൊന്നും പടിയിലേക്ക് എത്തുന്നില്ല. സാമ്പത്തിക വളരെ മോശമായതുകൊണ്ടാണ് ആൾക്കാർക്ക് ക്യാഷ് കുറവാണ്. പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു. തക്ബീറിന്റെ മന്ത്രധ്വനികൾ പള്ളി മിനാരങ്ങളിൽ നിന്നും ഉയർന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിനായി കാത്തിരിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. മലനാട് ന്യൂസ്, മേപ്പാടി. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ആദ്യ പെരുന്നാളാണ് എത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ മുണ്ടക്കൈയിലെ അവസാനത്തെ നോമ്പുകാലവും പെരുന്നാളും മറക്കാനാകില്ലെന്ന് മുണ്ടക്കൈ സ്വദേശി പാലക്കോടൻ ബീരാൻ പറയുന്നു. പെരുന്നാൾ ദിവസം എല്ലാവരും ഒത്തുകൂടി സൗഹൃദം പങ്കിടുന്നതും ഗ്രാമവാസികൾ ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞിരുന്നതും ഇനി ഓർമ്മകൾ മാത്രം എന്ന് ഇദ്ദേഹം പറയുന്നു.
മുണ്ടക്കയിലായിരുന്നു പാലേക്കോടൻ ബീരാൻ താമസിച്ചിരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ കണ്ണിന് നല്ല പോലെ കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ കാഴ്ച പൂർണ്ണമായും ഇല്ലാതായി. എങ്കിലും അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ബീരാൻ എല്ലാം കാണുകയാണ്. കഴിഞ്ഞ വർഷത്തെ റംസാൻ കാലം ബീരാൻ ഓർത്തെടുക്കുന്നു. 30 ദിവസവും ആഘോഷമായിരുന്നു. അതിനിടയിൽ സമൂഹ നോമ്പുതുറ. അവസാനത്തെ റമദാൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നോമ്പുതുറ. അതൊരു വമ്പൻ പരിപാടിയായിരുന്നു. എല്ലാവരും കൂടി മദ്രസയിൽ കൂടിയിരുന്ന് ആ നാട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിരുത്തി നല്ലൊരു നോമ്പുതുറ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞ്. പള്ളിയിലെ ഖത്തീബായിരുന്ന ഷിഹാബുദ്ദീൻ ഫൈസി ഉൾപ്പെടെയുള്ളവർ നേതൃനിരയിൽ ഉണ്ടായിരുന്നു. ഒരു വർഷത്തിനിപ്പുറം വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ എത്തുമ്പോൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇന്നില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. സുന്ദരമായ ആ ഗ്രാമവും പള്ളിയുമെല്ലാം ദുരന്തം തുടച്ചു നീക്കി. ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ തന്നെ മനസ്സ് പിടക്കുകയാണെന്ന് ബീരാൻ പറയുന്നു. നല്ലോണം കൊടുത്തു. 25 ഉറക്കം വെച്ചിരുന്ന രാത്രി ആ പള്ളിയിൽ ഇരുന്നിട്ടില്ല ആ പ്രാർത്ഥന. വരാനിരിക്കുന്ന ദുരന്തം പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തന്നോട് തന്റെ പിതാവ് പ്രവചനം പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. എൻ്റെ വാപ്പ അവിടുത്തെ പള്ളിയിലെ മുക്രിയായിരുന്നു. മൂപ്പര് ഇങ്ങനെ വടിയും കുത്തി ഇങ്ങനെ വരുമ്പോൾ പറയും, മക്കളെ അങ്ങോട്ട് നോക്കി വെള്ളരിമല എന്ന് പറഞ്ഞൊരു മല ഉണ്ടല്ലോ, പുഞ്ചിരിമട്ടത്തിൻ്റെ മേലെ വമ്പം മലയാണ്. ആ മല പോരുന്ന അന്നാണ് മുണ്ടക്കയുടെ അവസാനം കേട്ടോ എന്ന് അന്നിങ്ങനെ പറഞ്ഞിരുന്നു. ആ ഒരു ഓർമ്മ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അത് പൊട്ടി അന്ന് വരെ എനിക്ക് ആ ഓർമ്മ വന്നു, എൻ്റെ വാപ്പ പറഞ്ഞത്. ദുരന്തത്തിന്റെ ശേഷിപ്പായി ഈ വലിയ പാറ പള്ളിക്ക് മുൻപിൽ തന്നെയുണ്ട്. സുന്ദരമായ മുണ്ടക്കൈ എന്ന കൊച്ചു ഗ്രാമം പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. മറ്റൊരിടത്ത് മുണ്ടക്കൈ ജനിക്കുമെങ്കിലും ഇതുപോലെയാകില്ലെന്ന് ബീരാൻ പറയുന്നു. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഇത്തവണ പെരുന്നാളിന് അതിജീവന ചുവപ്പുള്ള മൈലാഞ്ചി കൂടി വിപണിയിൽ ലഭ്യമാണ്. മുണ്ടക്കൈ സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനി നസ്ല ഷെറിനാണ് ഉരുളെടുത്ത വിധിയെ മൈലാഞ്ചി ചുവപ്പുകൊണ്ട് തോൽപ്പിക്കുന്നത്. സ്വന്തമായി മൈലാഞ്ചി ബ്രാൻഡ് ഉണ്ടാക്കി വിൽപ്പന നടത്തി വരികയാണ് ഈ 18-കാരി. ഓൺലൈനായാണ് മൈലാഞ്ചി കൂടുതലായും വിൽപ്പന നടത്തുന്നത്. കേട്ടറിഞ്ഞ് വീട്ടിലും ആവശ്യക്കാർ എത്തുന്നുണ്ട്. റിപ്പോർട്ടിലേക്ക്. ഇത്തവണ ചെറിയ പെരുന്നാളിന് വിപണിയിൽ ലഭിക്കുന്ന മറ്റു മൈലാഞ്ചികളെക്കാൾ അല്പം മൊഞ്ചുകൂടും നസ്ല ഷെറിന്റെ അതിജീവന ചുവപ്പുള്ള ദ ഹെന്നൈസ്റ്റ് എന്ന മൈലാഞ്ചിക്ക്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നസ്ലയ്ക്ക് നഷ്ടമാക്കിയത് ഉറ്റവരായ നിരവധി പേരെയാണ്. ദുരന്തം കണ്ട് ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടത്തിൽപ്പെട്ടില്ല. തകർച്ച നേരിട്ട വീടും നാടും ഉപേക്ഷിച്ച് ഇപ്പോൾ കുടുംബത്തോടൊപ്പം കൽപ്പറ്റ തുർക്കിയിലെ ചെറിയ വാടക വീട്ടിലാണ് താമസം. പ്രവാസം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച പിതാവ് നജ്മുദ്ദീനും ജീവിതം തിരിച്ചുപിടിക്കാനായി വീണ്ടും ഗൾഫിലേക്ക് മടങ്ങേണ്ടി വന്നു. കുടുംബത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നൽ നസ്ലയെ ഒരു സംരംഭകയാക്കി. ഇന്റേതെന്ന് പറയാനായിട്ട് ഞാൻ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ്. ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്, അത്യാവശ്യത്തിനുള്ളതുണ്ട്. പിന്നെ ഓരോ ദിനം കൂടുന്ന ഇങ്ങനെ ചെലവ് കൂടുകയാണല്ലോ. അപ്പം ഉമ്മച്ചിൻ്റെ അടുത്ത് ഉപ്പച്ചിൻ്റെ അടുത്ത് കൊടുക്കാനായിട്ടൊക്കെ ഒരു ഇത് ഇന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ചെറുപ്പം തൊട്ടേ മൈലാഞ്ചിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് മൈലാഞ്ചി തയ്യാറാക്കി വിൽപ്പന നടത്താമെന്ന തോന്നലുണ്ടായത്. പലരും സഹായിച്ചു. ഇതിന് ഫസ്റ്റായിട്ട് അക്യൂപഞ്ചർ അക്കാദമി ഉണ്ട്. ഒരു യഹിയക്കാരനെ അറിയും, മൂപ്പരാണ് നമ്മളായിട്ട് ബന്ധപ്പെടുത്തിയത്. ഒരു 10,000 വെച്ചിട്ട് അങ്ങനെ ഒരു എമൗണ്ട് തന്നിരുന്നു. കുടുംബം ഒറ്റക്കെട്ടായി കൂടെ നിന്നു. അർദ്ധരാത്രി വരെ മൈലാഞ്ചി നിർമ്മാണം. പഠനത്തോടൊപ്പം തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നസ്ലയുടെ ആഗ്രഹം. പറ്റുമെങ്കിൽ ഒരു കട തുടങ്ങണം. അതിലൂടെ കുടുംബത്തെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കണം. എനിക്കൊരു ഷോപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് നടക്കുമോ എന്നുള്ളത് അറിയില്ല. ഇൻഷാ അല്ലാ നടത്തണം എന്നുണ്ട്. കേരളത്തിലെ മിക്കയിടത്തേക്കും ഇന്ന് നസ്ലയുടെ മൈലാഞ്ചി കൂട്ട് എത്തുന്നുണ്ട്. നസ്ലയുടെ അതിജീവന ചുവപ്പുള്ള മൈലാഞ്ചിയോടൊപ്പമാകട്ടെ ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. അനധികൃത പടക്കക്കടത്ത് 2 പേരെ സുൽത്താൻ ബത്തേരി പോലീസ് പിടികൂടി. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത പടക്കങ്ങൾ വാഹനത്തിൽ നിറച്ചു കൊണ്ടുവരുന്നതിനിടയിലാണ് തമിഴ്നാട് സ്വദേശികളായ 2 പേർ പോലീസ് പിടിയിലായത്. അനധികൃതമായി പടക്കം എത്തിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി
പടക്ക വ്യാപാരികളും രംഗത്ത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംസ്ഥാനത്തേക്ക് പിക്കപ്പ് വാഹനത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൊണ്ടുവരുന്ന പടക്കമടക്കമുള്ള സാധനങ്ങൾ സുൽത്താൻ ബത്തേരി പോലീസ് പിടികൂടിയത്. ടൗണിന് സമീപം പാട്ടവയൽ റോഡിൽ വെച്ചായിരുന്നു ഇവരെ പിടികൂടിയത്. സംഭവത്തിൽ വാഹന ഡ്രൈവറും സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് നാഗപട്ടണം സ്വദേശി 32 വയസ്സുള്ള കതിർവേൽ, ശിവഗംഗ സ്വദേശി 43 വയസ്സുള്ള ആർ വൈരവൻ എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പടക്കങ്ങൾ കൊണ്ടുവന്നതിന് കേസെടുത്തു. ഏകദേശം ലക്ഷക്കണക്കിന് രൂപ മതിക്കുന്ന പടക്കങ്ങൾ, ഓൺലൈനിൽ വന്ന പടക്കങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നിലവിൽ ലൈസൻസ് ഉള്ള കടകൾ, അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും NOC അടക്കം വാങ്ങിച്ച് സുരക്ഷിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കടകളെ എല്ലാം മറികടന്നുകൊണ്ട് ഓൺലൈനിലായിട്ട് പടക്കങ്ങൾ കൊണ്ടുവന്ന് ഇത് വീടുകളിൽ വെച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ആളുകളുടെ സാധനങ്ങളാണ് ഇന്നിവിടെ പിടിച്ചെടുത്തിട്ടുള്ളത്. 72 ബോക്സുകളിലായി സൂക്ഷിച്ചിരുന്ന 1589 കിലോ പടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പിടികൂടിയതെന്നും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന പടക്കങ്ങൾ ലൈസൻസും സുരക്ഷയും ഇല്ലാതെയാണ് വിൽപ്പന നടത്തുന്നതെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പിടിച്ചെടുത്ത പടക്കം പോലീസ് കോടതിയിൽ ഹാജരാക്കുമെന്നും ഓൺലൈൻ വഴി നിരവധി ആളുകൾ ബുക്ക് ചെയ്ത പടക്കമാണ് കൊണ്ടുവന്നതുമെന്നാണ് പോലീസ് വിശദീകരണം. മലനാട് ന്യൂസ്, ബത്തേരി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്കൂൾ നഷ്ടമായ വെള്ളാർമലയിലെ കുട്ടികൾക്ക് പുതിയ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമായി. ബിൽഡേഴ്സ് അസോസിയേഷൻ 3 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 8 ക്ലാസ് മുറികളും 10 ശുചിമുറികളുമാണ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലിൽ സ്കൂൾ നഷ്ടപ്പെട്ട വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികളാണ് നിർമ്മിച്ചു നൽകിയത്. 3 കോടി ചെലവഴിച്ച് 12 ക്ലാസ് മുറികളും 16 ശുചിമുറികളുമാണ് നിർമ്മിച്ചു നൽകിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. ഇവരെ മാറ്റിയ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവർക്കായി പുതിയ ക്ലാസ് മുറികളും ശുചിമുറികളും BIA ഒരുക്കിയത്. പണി പൂർത്തിയാക്കിയ 8 ക്ലാസ് മുറികളുടെയും 10 ശുചിമുറികളുടെയും ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. അതോടൊപ്പം തന്നെ 3250 സ്ക്വയർ ഫീറ്റിൽ 4 ക്ലാസ് റൂമുകളും അനുബന്ധ ശൗചാലയങ്ങളും ഉള്ള ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. പ്രശ്നഘട്ടം ഏപ്രിൽ അവസാനത്തോടെ പൂർത്തീകരിക്കുവാനാവുമെന്നാണ് പ്രതീക്ഷ. 950 സ്ക്വയർ ഫീറ്റിൽ ഏകദേശം 2.5 കോടി രൂപയോളം ആണ് ഈ ക്ലാസ് റൂമുകൾ എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ടുള്ളത്. കൂടാതെ വെള്ളാർമലയിലെയും മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്കായി 150 പേർക്കുള്ള ഡോർമെറ്ററി സൗകര്യങ്ങൾ നിർമ്മിച്ചു നൽകാമെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ. കെട്ടിടത്തിന്റെ അനാച്ഛാദനം മന്ത്രി OR കേളു നിർവഹിച്ചു. T സിദ്ദിഖ് MLA, CPM ജില്ലാ സെക്രട്ടറി K റഫീഖ്, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശശീന്ദ്രവാസ് ഉൾപ്പെടെ ചടങ്ങിൽ സംബന്ധിച്ചു. മലനാട് ന്യൂസ്, മേപ്പാടി. മുള്ളൻകൊല്ലിയിൽ കരിങ്കൽ ക്വാറികൾ വീണ്ടും ആരംഭിക്കാൻ നീക്കം. പ്രതിഷേധവുമായി നാട്ടുകാർ. പർദീസ കവലയ്ക്കടുത്ത് ക്വാറി തുടങ്ങുന്നതിനെതിരെ പ്രത്യേക ഗ്രാമസഭ വിളിച്ച് പ്രമേയം പാസാക്കി. നിലവിൽ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ 3 ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 5ഓളം ക്വാറികൾ കൂടി ആരംഭിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു. നിലവിലുള്ള ക്വാറികളെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ ക്വാറികൾ കൂടി ആരംഭിക്കാനിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ് ക്വാറികളെല്ലാം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാടിച്ചിറയിൽ ക്വാറിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ക്വാറിയിലേക്ക് വരുന്ന വാഹനങ്ങളും നാട്ടുകാർ തടഞ്ഞു. ക്വാറികളിൽ നിന്നും കല്ലുകൊണ്ടു പോകുന്ന വാഹനങ്ങൾ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നെന്നും ആരോപണമുണ്ട്. പാടിച്ചിറയിലടക്കം ക്വാറിക്കാർ ദിവസവും റോഡ് നനച്ചു കൊടുത്തിട്ടാണ് പൊടിശല്യം ഒഴിവാക്കുന്നത്. ചണ്ണോത്തുകൊലിയിൽ ഏതാനും മാസം മുമ്പ് ക്വാറിക്കെതിരെ ഗ്രാമസഭ കൂടി പ്രമേയം പാസാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സീതാമൗണ്ട് ക്ഷീരസംഘത്തിൽ നാട്ടുകാർ യോഗം ചേർന്ന് തങ്ങളുടെ പ്രതിഷേധം അധികൃതരെ അറിയിച്ചു. പടിഞ്ഞാറെ കവല, ശ്രുതികവല റോഡരികിലാണ് 4 വ്യക്തികളുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് ക്വാറി തുടങ്ങാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ വയനാട്ടിൽ ഏറ്റവും മഴക്കുറവുള്ള പ്രദേശമാണ് മുള്ളൻകൊല്ലി. ക്വാറി പരിസരങ്ങളിലുള്ളവർ ദുരിതത്തിലാണ്. പല വീടുകളുടെയും ഭിത്തി വിണ്ടുകയറി. രോഗികൾ ഏറെ പ്രയാസത്തിലുമാണ്. പർദീസയിലെ ക്വാറിക്കെതിരെ 200ഓളം ആളുകൾ ഗ്രാമസഭയിൽ പങ്കെടുത്ത് തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചു. ഇന്ന് ശരിക്കും 10നും 10:30 ഇടയ്ക്കാണ് ക്വാറി പ്രവർത്തിക്കേണ്ട സമയം. പക്ഷേ 10:30 ശേഷം അതിഭീകരമായി പൊട്ടിച്ചപ്പോൾ ഉള്ള സമയത്ത് എൻ്റെ വീട്ടിലടക്കം, അതായത് ചാൾസ് കിഴക്കേ ഭാഗത്ത് ജോയി കളപ്പുര എന്നിവരുടെ വീട്ടിൽ കല്ല് തെറിക്കുകയും പൊതുജനങ്ങൾ എല്ലാവരും ഒത്തുകൂടുകയും ചെയ്തു. അതിൽ പ്രകാരം ഇവിടുത്തെ ക്വാറി മാനേജർ പോലീസിനെ ബന്ധപ്പെടുകയും ഞങ്ങൾ മെമ്പറെ ബന്ധപ്പെടുകയും അവർ CI ഇവിടെ വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്വാറി ലൈസൻസ് പ്രകാരമുള്ള ആളല്ല ഇവിടെ ക്വാറി പൊട്ടിച്ചതെന്നുള്ള രേഖാമൂലം സിഐക്ക് മനസ്സിലാകും. ആളെ ഞങ്ങൾ
സിഐക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും 7ാം വാർഡ് അംഗവുമായ PK വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കോറിക്കെതിരെ വരും നാളുകളിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പറുദീസയിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നതിന് എതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തോട് ചേർന്ന പ്രദേശത്താണ് ക്വാറി ആരംഭിക്കാനുള്ള നീക്കമെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ജനശബ്ദത്തിൽ. ക്വാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം വെച്ചിട്ട് ഇവിടെ പാടിച്ചിറ, മരക്കടവ്, ആലത്തൂർ, മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം വന്ന ക്വാറികളുടെ അനുഭവം വെച്ചിട്ട് ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വീടുകളെല്ലാം പൊട്ടി നശിക്കുകയും അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ബോർവെല്ലുകളൊക്കെ ബ്ലോക്കായി അതിനുള്ള മോട്ടോർ പോലും എടുക്കാൻ പറ്റാതെ കുടിവെള്ളം എല്ലാം പറ്റിപ്പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. 1.5 കിലോമീറ്റർ അകലെയുള്ള കോറിയുടെ സൗണ്ടും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം ഇവിടെ ആൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ തന്നെ ഉള്ളത്. അതുകൂടാതെ തന്നെ തൊട്ടടുത്തൊരു കോറി വരുമ്പോൾ ചുറ്റുവട്ടത്തും 50-60 മീറ്ററിനുള്ളിൽ തന്നെ നിരവധി വീടുകളും ജനവാസ മേഖലയുമാണ്. അതിനെ ഞങ്ങൾ ശക്തിയുക്തമായി എതിർക്കും. അപ്പോൾ ഇവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രദേശത്തുള്ള കോറകൾ മുഴുവനും ഇന്ന് ആ പരിസരവാസികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇതുപോലെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നത് കോറകൾ പറയുമ്പോൾ എല്ലാവരും പേപ്പറിൽ മാത്രമേ അതിന് കാഠിന്യം ഇത്രയും ഉണ്ടാവുള്ളൂ, പൊട്ടിക്കുന്നതിന് ശബ്ദമൊന്നും അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ട് പോകില്ല, കല്ലൊക്കെ പഴയ പോലെ എന്നല്ല, കുറേ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അനുഭവത്തിൽ നിന്ന് അങ്ങനെയല്ല. ഇവിടെ ഈ പാടത്തിൻ്റെ ഭാഗത്ത് പൊട്ടിക്കുന്നതിന് ശബ്ദം ഈ സീതാവണ്ടി വരെ എത്തുന്നുണ്ട്. അനുമതി മാത്രമേ ഉള്ളൂ, അവർക്ക് അതിന് മുമ്പ് തടയാനുള്ള ഇതൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. കാരണം PR വർക്കാണ്. പുറമേ നിന്ന് ഈ എല്ലാവിധ കടലാസുകളും ശരിയാക്കിക്കൊണ്ട് വന്ന് കോറി തുടങ്ങാൻ വരുന്ന സമയത്ത് മാത്രമാണ് ഈ പഞ്ചായത്തും ഇവിടെയുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ഇത് ഇവിടെ കോറി തുടങ്ങുന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പരിസരവാസികൾ പോലും അറിഞ്ഞിട്ടില്ല. എൻ്റെ വീടാണ് ഏറ്റവും അടുത്ത്, പിന്നെ അതിനോടടുത്ത് തന്നെ എല്ലാവരുടെയും വീട്. ഈ എത്ര മീറ്റർ ദൂരം ഉണ്ടാവും വീടിൻ്റെ അടുത്തുനിന്ന്? കൂടി വന്ന ഒരു 50 മീറ്റർ, 50 ഇല്ല. തീരുമാനിക്കുന്ന സ്ഥലം നമ്മുടെ വീടിനോട് ചേർന്നാണ്. ഇപ്പം ഇപ്പോൾ ആര് വന്ന് നോക്കിയാലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പം ആ കോറി ഇപ്പോൾ അവർ നിലവിൽ തുടങ്ങാൻ പോകുന്ന സ്ഥലം അത് നമ്മുടെ വീടിനെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലയാണ്. കുടിവെള്ളത്തിനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. വരൾച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു കോറിയും കൂടെ പൊട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനജീവിതത്തിനെ അത് വല്ലാതെ ബാധിക്കും. കുടിവെള്ളത്തിനെ ബാധിക്കും. പിന്നെ പരിസരം അത്ര അടുത്ത ആളുകളെ വീടുകൾ അത്ര സ്ഥലപരിധിക്കകത്തൊക്കെ ഒരു കോറി അലോ ചെയ്ത നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അക്വാ ടണലിലെയും മത്സ്യകന്യകകളുടെയും വിസ്മയ കാഴ്ച കാണാൻ വൻ തിരക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായാണ് കൽപ്പറ്റയിൽ അക്വാ ടണൽ എക്സ്പോ ആരംഭിച്ചത്. ബൈപ്പാസിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ 1 മാസക്കാലമാണ് പ്രദർശനം. വിസ്മയ കാഴ്ചയൊരുക്കി കൽപ്പറ്റയിൽ അക്വാ ടണൽ എക്സ്പോയ്ക്ക് തുടക്കമായി. കൽപ്പറ്റ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. 500 അടി നീളമുള്ള അക്വാ ടണലാണ് ഒരുക്കിയിട്ടുള്ളത്. പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള വിവിധ മത്സ്യങ്ങൾ കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടുകയാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിവിടെ വയനാട്ടിലൊന്നും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല, പുറത്തൊക്കെ കണ്ടിട്ടുള്ളത്. നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്തിട്ട് വരുന്നവർക്കെല്ലാം ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തുരങ്കത്തിനകത്തുകൂടെ നടക്കുമ്പോൾ തലയ്ക്ക് മുകളിലായി മത്സ്യങ്ങൾ കൂട്ടമായി എത്തുകയാണ്. കടൽ മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് മത്സ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മത്സ്യകന്യകയാണ് മറ്റൊരു പ്രധാന കാഴ്ച. വെള്ളത്തിൽ നീന്തിയെത്തുന്ന സുന്ദരികളായ ജലകന്യകകൾ ശ്രദ്ധേയമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ് അക്വാ ടണലിലെന്ന് സന്ദർശകരും പറയുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു അക്വാ ടണൽ എക്സ്പോ വരുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് ചെറുതായിരുന്നു. ഇത് 500 അടി നീളമുള്ള എക്സ്പോയും അതോടൊപ്പം തന്നെ മത്സ്യകന്യകകൾ അടക്കമുള്ള ഒരു എക്സ്പോയാണ് വയനാട് കൽപ്പറ്റയിൽ ഫ്ലവർ ഷോ നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്നു മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന എക്സ്പോയാണ്. വൈകുന്നേരം എല്ലാ ദിവസവും 3 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ടി സിദ്ദിഖ് MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഗോസ്റ്റ് ഹൗസും അമ്യൂസ്മെന്റ് പാർക്കും ഫുഡ് കോർട്ടും കൺസ്യൂമർ സ്റ്റാളുകളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. അക്വാ ടണലിന്റെ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും വയനാട് ഫെസ്റ്റിന്റെ സമ്മാന കൂപ്പൺ ലഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ.
നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ദാഹർ മുഹമ്മദിനെ തേടി സംസ്ഥാന സർക്കാരിന്റെ അവാർഡ്. ആരോഗ്യവകുപ്പിലെ മികച്ച സർക്കാർ ഡോക്ടർക്കുള്ള അവാർഡാണ് ദാഹർ മുഹമ്മദിനെ തേടിയെത്തിയത്. 2018-19 കാലഘട്ടത്തിൽ ഡോക്ടറുടെ മികച്ച പ്രവർത്തന ഫലമായി രാജ്യത്തെ മികച്ച ഗ്രാമീണ ആരോഗ്യ കേന്ദ്രമായി നായ്ക്കെട്ടി നിരപ്പം കുടുംബാരോഗ്യ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഡോക്ടർ ദാഹർ മുഹമ്മദ് 2016 മുതൽ നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സേവനം ചെയ്തു വരികയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് സമ്പ്രദായം കൊണ്ടുവന്നത്. ആദിവാസി ഗർഭിണികൾക്ക് പ്രസവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് താമസമൊരുക്കുന്ന പ്രതീക്ഷാലയം, ജിംനേഷ്യം, ആധുനിക ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങി നിരവധി ചികിത്സാ സൗകര്യങ്ങളാണ് നിരപ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്. സന്തോഷമുണ്ട് ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ. ആദ്യമായി ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, മക്കൾ ഇപ്പോൾ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ സ്ഥാപനത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജീവനക്കാർ, പിന്നെ പഞ്ചായത്ത് ഭരണസമിതി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ ഭരണകൂടം പൂർണ്ണ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ആദിവാസി മേഖലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു അവാർഡ് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് രോഗചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അടുത്ത് ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുകയും ഇദ്ദേഹം ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മികച്ച സർക്കാർ ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടറെ തേടിയെത്തിയത്. 2 തവണ ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം അവാർഡും ആർദ്ര കേരളം പുരസ്കാരവും 2019 മികച്ച ഇംപ്ലിമെന്റിംഗ് ഓഫീസറായും ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഏപ്രിൽ 7 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഡോക്ടർ ദാഹർ മുഹമ്മദ് അവാർഡ് ഏറ്റുവാങ്ങും. മലനാട് ന്യൂസ്, ബത്തേരി. മരങ്ങളെയും പ്രകൃതിയെയും ഏറെ സ്നേഹിച്ചിരുന്ന VNK അഹമ്മദ് ഹാജിയുടെ നാമധേയത്തിൽ വൃക്ഷ സംരക്ഷണ സമിതി സ്ഥാപിക്കണമെന്ന് ചരിത്ര പണ്ഡിതൻ ഡോക്ടർ KN കുറുപ്പ്. പ്രമുഖ ബിസിനസ്സുകാരനായിരുന്ന VNKയുടെ മക്കളുടെ സ്ഥാപനമായ പാണ്ട ഫുഡ്സിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. തന്റെ ജീവിതാവസാനത്തിന്റെ 3.5 പതിറ്റാണ്ടുകാലം പൂർണ്ണമായും വൃക്ഷങ്ങൾക്ക് വേണ്ടിയും പ്രകൃതിക്ക് വേണ്ടിയും മാത്രം ജീവിച്ച മഹാനായ വ്യക്തിയായിരുന്നു VNK അഹമ്മദ് ഹാജി എന്ന് ഓർത്തെടുക്കുകയാണ് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VCയും എഴുത്തുകാരനുമായ ഡോക്ടർ KN കുറുപ്പ്. ആ സമിതിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ പഞ്ചായത്തുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് വക്കിലുള്ള എല്ലാ മരങ്ങൾക്കും തറകെട്ടി അവരെ ആ മരങ്ങളെ സംരക്ഷിക്കേണ്ടതാണ്. ഒരു 100 കൊല്ലമായി അവർ ചെയ്ത സേവനം ഇവിടെ നാട്ടിൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. വൃക്ഷ സംരക്ഷണ സമിതി രൂപീകരിച്ച് ജില്ലയിലെ റോഡരികുകളിലെ വൃക്ഷങ്ങളെല്ലാം തറകെട്ടി സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഫാസ്റ്റ് ഫുഡ് യുഗത്തിൽ പുതുതലമുറയിൽ ആരോഗ്യദായക ഭക്ഷ്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിനായി ഇത്തരം മാതൃകാ പ്രകൃതി സംരക്ഷണത്തിലൂടെ സാധിക്കുമെന്നും KN അഭിപ്രായപ്പെട്ടു. നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ഭക്ഷണത്തിലെ മായങ്ങൾ, വെളിച്ചെണ്ണയിൽ മായം, പൊടികളിൽ മായം, അരിപ്പൊടിയിൽ മായം, മായമില്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല. ഇപ്പം ഞാനൊരു വാചകം ഓർത്തു പോവുകയാണ്. അമേരിക്കയിലെ USA ഫുഡ് ഇൻസ്പെക്ഷൻ കമ്മീഷൻ ഈ മത്സ്യമാംസ അഗ്രികൾച്ചർ പ്രോഡക്ട്സുകളുടെ പാക്കറ്റുകളിൽ എഴുതിയിരുന്നത് മുമ്പ് കാലം ഞങ്ങളിത് പരിശോധിച്ചിട്ടുണ്ടെന്നായിരുന്നു. ഇപ്പോൾ അവരെഴുതുന്നത് നിങ്ങളുടെ റിസ്കിൽ എടുത്തുകൊള്ളുക എന്നാണ്. അപ്പം ഇത് പറയുമ്പോൾ ഇവിടുത്തെ സാധനങ്ങളെല്ലാം നമ്മളുടെ റിസ്കിലാണ് എടുത്തു പോകുന്നത്. പാണ്ട ഫുഡ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ VNK അഹമ്മദ് ഹാജിയുടെ മകൻ ഇമ്രാന്റെ ക്ഷണം സ്വീകരിച്ചാണ് KN കുറുപ്പ് മീനങ്ങാടിയിലെ സ്ഥാപനം സന്ദർശിച്ചത്. ആഗോളതലത്തിലടക്കം തിരക്കുപിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിലും യാതൊരു ലാഭേച്ഛയുമില്ലാതെ നാടു മുഴുവൻ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച VNKയുടെ ജീവിതം ലോകത്തിന് തന്നെ മാതൃകയായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിക്കുന്നു. മലനാട് ന്യൂസ്, മീനങ്ങാടി. വിദേശ പഴച്ചെടികൾ പൂത്തതിന്റെ ആഹ്ലാദത്തിലാണ് പോലീസ് ഓഫീസറും മികച്ചൊരു കർഷകനുമായ കൂരംകുന്നേൽ സജി. മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ദാസനക്കരയ്ക്കടുത്ത് താമസിക്കുന്ന സജിയുടെ കൃഷിയിടത്തിൽ 100-ലേറെ വിദേശ പഴച്ചെടികളുണ്ട്. ബോർണിയ, അവാക്കാഡോ, ലിപ്പോട്ട് എന്നീ ഫലവൃക്ഷ ചെടികളാണ് പൂത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ പഴവർഗ്ഗങ്ങളിൽപ്പെട്ട നിരവധി ചെടികൾ വെച്ചുപിടിപ്പിച്ച് സംരക്ഷിച്ച് പോരുകയാണ് മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സജി. വലിയ വില കൊടുത്താണ് ഈ ചെടികളെല്ലാം അദ്ദേഹം വാങ്ങിയത്. ഇതിൽ പ്രധാനമായും 2 ചെടികൾ പൂത്തിട്ടുണ്ട്. അതിലൊന്ന് ഫിലിപ്പൈൻ സ്വദേശിയായ ലിപ്പോട്ട് എന്ന ചെടിയാണ്.
മുന്തിരിക്കുലകൾ പോലെ ശിഖരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ചെറു ചവർപ്പോട് കൂടിയ മധുരമാണ് ഈ പഴത്തിന് ഉണ്ടാവുക. കറുത്ത ഞാവലിന്റെ നിറവുമായിരിക്കും. 7 വർഷം പ്രായമുണ്ട് ഈ ചെടിക്ക്. ലോകത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വംശനാശം വന്നുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ സംരക്ഷണം വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന് ബോർണിയ അവക്കാഡോ എന്ന ചെടിയാണ്. ഇത് പക്ഷേ വലിയ മരമാകുന്ന ഇനമാണ്. ശിഖരങ്ങൾ നിറഞ്ഞ് ക്രീം നിറത്തിൽ പൂക്കൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പടർന്നു നിൽക്കുന്ന ചെടിയുടെ എല്ലാ ശിഖരങ്ങളിലും പൂക്കളുണ്ട്. പൂവുണ്ടായി 6 മാസങ്ങൾക്കുള്ളിലാണ് കായ് പിടിക്കുക. സാധാരണ അവക്കാഡോയുടെ വലിപ്പത്തേക്കാൾ കുറഞ്ഞ വലിപ്പമാണ് ഇതിന്റെ കായ്കൾക്ക്. 10 വർഷം പ്രായമുള്ള ചെടിയിൽ നിന്നും ഏകദേശം 1 കിൻഡൽ പഴം വരെ ലഭിക്കുമെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം. എങ്കളാക്ക് എന്ന് പറഞ്ഞ ചെടി വയനാട്ടിൽ ഇപ്പോൾ എവിടെയും കായ്ച്ച ഞാൻ കേട്ടിട്ടില്ല. ഇത് ശരിക്കും നമ്മുടെ ഇവിടെ 7ാമത്തെ വർഷമാണ് ഇപ്പോൾ ഇത് പൂവ് വിട്ടേക്കുന്നത്. നിറച്ചും കായ്ക്കും. നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ബോർണിയോ അവക്കാഡോ എന്നറിയപ്പെടുന്ന എങ്കളാക്ക്. അതുപോലെ തന്നെ നമ്മൾ അപ്പുറം കണ്ട ലിപ്പോട്ട് എന്ന് പറയുന്നത് ഒരു ഫിലിപ്പീൻസ് സ്വദേശിയാണ്. അത് ഒരു ക്ലസ്റ്റർ പോലെ നമ്മുടെ ഞാവൽപ്പഴം പോലെ ഗ്രൂപ്പായിട്ട് കായ്ക്കുകയും പഴുക്കുകയും ചെയ്യും. അതിൻ്റെ പഴം നമുക്കൊരു ചെറിയ മധുരം, ചെറിയ പുളിയാണ്, ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് വൈന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു പഴമാണ്. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ അച്ചാച്ചറു, ജബോട്ടിക്ക, അബിയു, സീഡ് സാന്തോൾ തുടങ്ങിയ നിരവധി ചെടികൾ ഇതുപോലെ വളർച്ച പ്രാപിച്ചു വരുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എല്ലാം കായ്ഫലം തരുമെന്ന പ്രതീക്ഷയിലാണ് സജി. സിഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. ഇനി ബിസിനസ് മലനാട്. സ്വർണം പവന് 66,880 രൂപ, വെള്ളിഗ്രാമിന് 113 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ ചത്ത ആടുകളെ തള്ളാൻ ശ്രമം. രാജസ്ഥാനി സ്വദേശികളായ 4 പേർ പിടിയിൽ. ആടുകളെ വനത്തിൽ ഇറക്കുന്നതിനിടെ വനംവകുപ്പ് അധികൃതരെ കണ്ട സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതികളെ പിടികൂടിയത് ചെക്ക് പോസ്റ്റ് അധികൃതർ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി. പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നിസ്കാരത്തിനൊരുങ്ങി. അനധികൃത പടക്കക്കടത്ത്. ബത്തേരിയിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികൾ. പടക്കം കൊണ്ടുവന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത്. അനധികൃതമായി പടക്കം എത്തിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പടക്ക വ്യാപാരികൾ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്കൂൾ നഷ്ടമായ വെള്ളാർമലയിലെ കുട്ടികൾക്ക് പുതിയ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമായി. ബിൽഡേഴ്സ് അസോസിയേഷൻ 3 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. മുള്ളൻകൊല്ലിയിൽ വീണ്ടും കരിങ്കൽ ക്വാറി ആരംഭിക്കാൻ നീക്കം. പ്രതിഷേധവുമായി നാട്ടുകാർ. പറുദീസ കവലയ്ക്കടുത്ത് ക്വാറി തുടങ്ങുന്നതിനെതിരെ പ്രത്യേക ഗ്രാമസഭ വിളിച്ച് പ്രമേയം പാസാക്കി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ശ്രീജിത്ത് ചേരും. നമസ്കാരം.